السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ಸತ್ಯವಿಶ್ವಾಸಿಮಾರ ಸಹೋದರಮಾರ, ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಾಲ ರೂಪೇಡ್ಚಿ ಜೀವಿಕನು ಚೊಂತು ಸ್ವಂತತೆ ಮರಕಾಂಟೆ ಉಡೆ കൂടിയിട്ടുള്ള നിങ്ങൾട്ടോരോരുത്തരൊട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു താല അത്തരത്തില് അവന്റെ പേടിച്ച് ജീവിக்கிற മുത്തഖിമാര കൂട്ടത്തില് ഞങ്ങൾ എല്ലാവരും ആക്കി തീർക്കട്ടെ. ഉടെ ഒട്ടിക ഇതുപോലെമേ ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിക ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു താല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഈദ് മീലാദ് ആചരണാക്കിറെതിരെ ഡേഞ്ചറസ് വിഷയത്തിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെದುರ್ಲು ചൊല്ലകയിട്ട് ഉദ്ദേശിക്കರೆ. നമുക്ക് പിടുണ്ട് എല്ലാ വർഷ റബിയുൽ അവ്വൽ തിങ്കൾ കടന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗ ആൾമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಹುಬ್ಬುಂಡು, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಪಿರ್ಸಾಂಟ್ ಚೊಂತು, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആചരണ ആക്കിറതും ഈദ് മീലാദ് ആക്കിറതും ആ ഈദ് മീലാദ് രണ്ട് പുതിയ ഡ്രസ് ഇട്ടിട്ട് റോഡില് റാലി പോയിട്ട് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് ബിരിയാണിയും അതുപോലെ ഇസ്ലാം കാട്ടാത്ത അനാചാരല്ല ഉണ്ടാക്കിയുള്ളത് നമുക്ക് എല്ലാ വർഷ കാണുക സാധ്യ ഒരു കാര്യത്തിക്ക്. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിക്കുള്ള ഹുബ്ബല്ല. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിക്കുള്ള പിർസല്ല. ജൂത നസറാക്കന്മാർ ജയിക്കലൈത്തിക്കറ് ഈ ജന്മദിനാചരണ പെറോൾ ഉല്ലേച്ചുള്ളത് ഈ ക്ലാസ് തീരുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചെങ്കിൽ ജൂത നസാറാക്കന്മാര് അങ്ങനെ നബിമാര് ജന്മദിനാചരണാക്കിയ പോലെ അങ്ക് തഷ്ബീഹായ ഒരു അവസ്ഥ ഇട്ടിക്കറ് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ജന്മദിനത്തിൽ നമുക്ക് കാണാൻ സാധ്യത. ഇത് മീനുക ഗാലിട്ട പോലത്തെ ഒരു വിഷയ. മീನು പിടിക്കുമ്പോഴത്തേക്ക് ഗാലിಡ್ರ. അപ്പൊ മീನು നിൽക്കിದ್ರೆ നക്ക് തിന്നുക കിട്ടിയോണ്ടു ഈ തിന്നുമ്പോഴത്തേക്ക് നന്റെ വയറ് നിറച്ചുಂತ ആസല ഇട്ടിക്കറ് അത് എതിർക്കൊണ്ടേ മാത്ര അതിರ ഉൽഗത്തില് ഒരു കൊലയ്ക്ക ഉണ്ടു ചൊല്ലത് മീനുക പിടില്ല. അതേപോലത്തെ വിഷയ പർത്തിൽ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിക്കുള്ള ഹുബ്ബു, നബി റൊട്ടിക്കുള്ള പിർസ, ഇത് നമുക്ക് പുണ്യ കിട്ടരുത് കാണുമ്പോഴത്തേക്ക് അതേ ടിക്കറ് കാണ്ടി യഥാർത്ഥത്തില് അള്ളാഹു എದುർലത് ശിക്ഷ ഇട്ട് പോണ്ടു. പരലോകത്ത് എത്തുമ്പോഴത്തേക്കു ഒരു പ്രതിഫലം ഇല്ലാണ്ട് നരകത്തിക്ക് കടന്നു പോകാനായിട്ട് ബണ്ട ഒരു അവസ്ഥ ഇട്ടിക്കറ് ഇതിരെ പെറ ഉല്ലേച്ചുള്ളത് ഗൗരവപ്പെട്ട ഒരു വിഷയത്തിക്കറ്. ഇത് ബിദാത്തര അവസ്ഥ അങ്ങനെ ബിദാത്ത് കാണുമ്പോ ചന്ത ഇട്ട് കാണ്ട് എല്ലാ ബിദാത്തും അത് ചന്ത ഇട്ട് കാണ്ട് പർത്തിൽ നോക്കുമ്പോ കൊസിയാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നത് വിചാരിക്കാർ ആയങ്ക പരലോകത്തെത്തുമ്പോ അത് നരകത്തിക്ക് പോകേണ്ട കാര്യം ഇട്ടിക്കറ്. പരലോകത്തി എത്തുമ്പോ അത് വലാലത്തിക്ക് പോയിട്ട് അങ്ങനെ നരകത്തി എത്തുന്നായിട്ട് പണ്ടത് ചൊല്ലത് അത് പിടില്ലാത്ത ഒരു കാര്യത്തിക്കറ്. അതിರ പേരുള്ള അങ്ങനത്തെ ഒരു അപകട ഉണ്ടു ചൊല്ലത് ഇട്ടിക്കറ് നമുക്ക് മനസ്സിലാക്കുക സാധ്യ. അത് കഴിത്തിക്കറ് ഇബ്ലീസിಗೆ ഹറാമറക്കാണ് യാർ ഇഷ്ടം ಅಂದ್ರೆ ಬಿದಾತ್ ഹറാം ആക്കരുത്. അത് വലിയ ഒരു തപ്പായിട്ട് കാണ്ടാറ്. മുസ്ലിം സമുദായത്തില് കല്ല് കുടിക്കരുത്, ജിനാക്കരുത്, അതുപോലെ ബാക്കിന്നെ എല്ലാ ഹറാമിയത്ത് ഭയങ്കര വലിയ ഭയാനകൈത്ത് കാണ്ടാർ.
ಮಾತ್ರ ಬಿದಾತ್ರೆ ಅತ್ರ ಬೆಲೆ ವಿಷಯ ಹಾಕಿಲ್ಲ. ಮಾತ್ರ ಇಬ್ಲೀಸಿಗೆ ಯಾರು ಇಷ್ಟ ಅಂದ್ರೆ ಹರಾಮರ ಕಾರಣ ಯಾರು ಇಷ್ಟ ಬಿದಾತ್ ಐಟಿಕ್ರು. ಇಬ್ಲೀಸ್ ಇಷ್ಟಪಡ್ರೆ ಮದ ಇಟ್ಟಿಕ್ರು. ಬಿದಾತ್ ಯಾರ ಆಕಬಾಟೋ ಇದ್ದಿರು ಇಬ್ಲೀಸ್ ಪರಿಶ್ರಮ ಹಾಕ್ರೆ. ಇಮಾಮ್ ಸುಫಿಯಾನು ಸೌರಿ ರಹಿಮಹುಲ್ಲರೆ പൽക്കത്തിൽ അത് നമുക്ക് സ്പഷ്ടമായിട്ട് കാണ്ട്. ഇമാം സുഫിയാനു സൗരി റഹ്മഹുല്ല ചൊല്ലി അൽ ബിദഅത്തു അഹബ്ബു ഇല ഇബ്ലീസ് മിനൽ മഅസിയ. അതെ ഇബ്ലീസ് ಎಲ್ಲ ತಂಟಿ ಯಾರ ಇಷ್ಟ ಹರಾಮರಕಾನ ಯಾರ ಬಿದಾತ್ ಐಟಿಕ್ಕರು. ಕಾರಣ ಎಂದೇ ಅಲ್ ಮಅಸಿಯತು ಯುತಾಬು ಮಿನ್ಹಾ. ಅದೇ ತಪ್ಪ ಹಾಕಿರವನು ಅವನು ಎಪ್ಪೈ ವರ್ಕ ತೌಬಾಕಿ ಮಡಂಗರ ಆಯಂಗ ವಲ್ ಬಿದಾತು ಲ ಯುತಾಬು ಮಿನ್ಹಾ. ಬಿದತ್ ಹಾಕಿರವನಿಗೆ ಅವನ ಮನಸ್ಸಿൽ ನಾ ತೌಬಾಕಿ ಮಡಗಣು ಚೊಲ್ಲು ಬಿಯಾರ ಮೇಯ್ಕಲ್ಲ. അപ്പൊ അത് കയറ്റിക്കര് ബിദാത്താക്കിട്ട് ആൾമാരുടെ നരകത്തിക്ക് കൊണ്ടുപോകത്തിക്കര് ഇബ്ലീസിಗೆ ಯಾರ ഇഷ്ട അല്ല. നിങ്ങൾ ആലോചനാക്കി നോക്കൂ. ഒരു കല്ല് കുടിക്കുന്ന ഒരാള്, ഒരു ജിനാക്കിற ഒരാള്, അല്ല ഏതേ ഒരു തപ്പാക്കിற ആള് അവന്റെ മനസ്സിലിക്കര് ഞാൻ ആക്കരുത് തപ്പൈത്തിക്കര, ഞാൻ ആക്കരുത് ഹറാമൈത്തിക്കര. അങ്ങനെ സബുല് നക്ക് ഇതിൽ നിന്ന് തൗബാക്കി മടങ്ങണു, നക്ക് ഇതിൽ നിന്ന് പശ്ചാത്താപ്പാക്കി മടങ്ങണു ചൊല്ല അവನ മനസ്സിലിക്കര്. എപ്പോഴും ഒരു സന്ദർഭത്തിൽ അവൻ തൗബാക്കി മടങ്ങുക, അവൻ പശ്ചാത്താപ്പാക്കുക. ಮಾತ್ರ ಬಿದಾತ್ತಾಕ್ರ ಒರಾಳ ಮನಸ್ಸಲ್ಲಿ ಹಂಗ ನಿಕ್ಕಲ್ಲ. ಬಿದಾತ್ತಾಕ್ರ ಬಿಯರ್ಕಿರಂದ್ರೆ ನಾನಾಕ್ರದ್ದು നല്ല ಕಾರ್ಯ ಐತಿಕ್ಕರು, ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಇಷ್ಟಪಡ್ರ ಕಾರ್ಯ ಐತಿಕ್ಕರು. അങ്ങനെ ഇസബുൽ മരണപ്പെടുറോട് തോലു അവನು തൗബാക്കി മടങ്ങുക പോണ്ടില്ല. ലാസ്റ്റ് പരലോകത്ത് അവನು ഇബ്ലീസിനൊಟ್ಟಿಗೆ നരകത്ത് പോണായിട്ട് പണ്ട് ഇബ്ലീസ് ഉദ്ദേശിക്കറും അതേ ഇട്ടിക്കർ. അങ്ങനെ ഇട്ടിക്കർ ഇബ്ലീസിಗೆ ಎಲ್ಲಾ ತಂಟಿ ಈ ಹರಾಮ್ ಆಕ್ರದರ ಕಾರಣ ಯಾರ ಇಷ್ಟ ಬಿದಅತ್ ಚೊಂತ ಇಮಾಮ್ ಸುಫಿಯಾನು ಸೌರಿ ರಹ್ಮಹುಲ್ಲಾ ನಂಗೆ ಪಡಿಪಾಟಿ ತಂದದ. അപ്പൊ അത് മീലാദുൻ നബിയുടെ അവസ്ഥ അതേറ്റിക്കറ്. മീലാദുൻ നബി ബിദഅത്ത് എല്ലാരും ഒപ്പറാറി. ഈ ഈദ് മീലാദ് ആക്രമം ഒപ്പറാറ് എന്തിരെ അത് ബിദഅത്ത് ഉണ്ടായിത്തിക്കറ്. ബിദഅത്തുൻ ഹസന ഉണ്ടായിത്തിക്കറ് ചൊല്ലേ. നല്ല ബിദഅത്ത് ഉണ്ടായിത്തിക്കറ്. ഇസ്ലാമിൽ നല്ല ബിദഅത്ത് ബെടക്ക് ബിദഅത്ത് അങ്ങനെ ഒന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടരെ കുല്ലു ബിദഅത്തിൻ ദലാലഹ് വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദഅത്തും ദലാലത്തായിത്തിക്കറ്, എല്ലാ ദലാലത്തും നരകത്ത് കയറ്റിക്കറ്. അപ്പ ഇസ്ലാമിൽ നല്ല ബിദാത്ത് ബെടക്ക് ബിദാത്ത് ശറഈയായ ഒരു നിയമത്തിൽ അങ്ങനെ കാണാൻ സാധ്യല്ല. ദുനിയവിയായ കാര്യത്തിൽ നല്ല ബിദാത്ത് ബെടക്ക് ബിദാത്ത് ഉണ്ടു അല്ലേ? ദുനിയവിയായ കാര്യത്തിൽ ഇട്ടിക്കറ് നല്ല ബിദാത്ത് ബെടക്ക് ബിദാത്ത് ഉണ്ടല്ലേ? ഉദാഹരണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಒಂಟೆ ഇട്ടിക്കറ് ട്രാവലിಗೆ യൂസ് ആക്കിയോ. ഇന്ന് ಒಂಟೆ കുതിര മാത്ര ഇണ്ട് അങ്ങനല്ല. ഇണ്ട് ഞങ്ങ കാറ് ബസ് ಏರೋಪ್ಲೇನ್ ഇങ്ങനത്തെ പല വെഹിക്കിൾസ് ഞങ്ങൾ യൂസ് ആക്കറ. ഇത് ദുനിയവിയായ ബിദാത്ത് ഇട്ടിക്കറ്. ഈ ബിദാത്തിൽ എന്തുണ്ട്? ബിദാത്തുൻ ഹസൻ ഉണ്ട്, ബിദാത്തുൻ ദലാല, ബിദാത്തുൻ സയ്യ ഉണ്ട്. മാത്ര ശറഈയായ നിയമത്തില് ബിദാത്ത് നല്ല ബിദാത്ത് ബെടക്ക് ബിദാത്ത് ഉണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ കാട്ടി തന്നറ അത് മാത്രമേ ഞങ്ങൾക്ക് ആക്കുള്ളൂ. നബി കാട്ടാത്തത് ഒന്നും ഉണ്ടാക്കിയിട്ട് പുതിയ നല്ല ഒരു ബിദാത്ത് ചൊല്ലത് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടാത്ത ഒരു കാര്യം എത്തിക്കറ്. മാത്ര ഇങ്ങെന്തൊരു ചൊല്ലറേ അത് നല്ല ബിദാത്ത് ഉണ്ടായിട്ടിക്കറ്. അപ്പൊ ബിദാത്ത് ചൊല്ലതിന് എന്തില്ല ഡൗട്ട് ഇല്ല. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയത് ഇട്ടിക്കറ് ചൊല്ലതില് ഡൗട്ട് ഇല്ല. അപ്പൊ അത് കഴിത്ത് ബിദാത്ത് ആക്കിയിട്ടായെങ്കിൽ അവന്റെ അവസ്ഥ എന്തരേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആചരണ ചൊന്തു അതിന്റെ പേരിൽ ഒരാൾ ജന്മദിന ആചരണ ആക്കിയെങ്കിൽ അതിൽ എന്തെല്ലാം അപകടമുണ്ട്, എന്തെല്ലാം ഭയാനകത ഉണ്ട്. പല പാവപ്പെട്ട ആൾമാർ ഉപയോഗിക്കുന്നേ ഞങ്ങൾക്ക് പുണ്യ കിട്ടറ് നല്ലത് കിട്ടറ്. അങ്ങനെ സബലു ഒരാള് അത് ഇസ്ലാമിൽ ഇല്ലെങ്കും നബിരൊട്ടിക്കുള്ള ഹുബല്ലേ, നബിരൊട്ടിക്കുള്ള പിർസല്ലേ, അങ്ങനെ സബല ഞങ്ങൾ സ്വർഗത്ത് പോവാണ്ട് വിചാരിക്കാറ്. യഥാർത്ഥത്തിൽ അവിടെ ചമ്മ അപകടം ഉണ്ടു. നബിയുടെ ജന്മദിന ആചരണാക്കുമ്പോ അവന്റെ ജീവനത്തിൽ പണ്ട് ചൊമ്മ അപകട പരലോകത്ത് ഭയങ്കര വല്ല ഡേഞ്ചർ ഇട്ടിക്കറ അവന്റെ അവസ്ഥ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അതിൽ എന്തെല്ലാം ഭയാനകത്തെ ഇട്ടിക്കറ് ഉള്ളേ? ഒന്നാമത്തേത് അതേറ്റിക്കർ ഉദ്ദേശിക്കറ് 7 അപകട ഇത്തിക്കറ് ഈ ക്ലാസ്സിൽ ചൊല്ലുക നാ ഉദ്ദേശിക്കറ്. ഒന്നാമത്തേത് ഒരാൾ ഇസ്ലാം പൂർത്തിയായിട്ടില്ലാണ്ട് വാദിച്ച പോലെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കലവ് ചൊന്ന പോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കലവ് ചൊന്നുറുണ്ട് വാദിച്ച പോലെ, നഊദു ബില്ലാഹ് ഞങ്ങൾക്ക് അങ്ങനെ വാദിക്കുക സാധ്യല്ല, ഞങ്ങൾക്ക് അങ്ങനെ ചൊല്ലുക സാധ്യല്ല. അല്ല എന്ത് കാരണം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദരെ 3-ാമത്തെ ആയത്തിൽ ചൊല്ലുന്നേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ നാളിതാ നിങ്ങൾ ദീൻ പൂർത്തിയാക്കി തന്നെ. യഥേ അള്ളാഹുവിന്റെ ദീന് ഇസ്ലാം ചൊല്ല നിഅമത്ത് നിങ്ങളുടെ മേൽ തൃപ്തിയാക്കി തന്നെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പൂർത്തിയാക്കി തന്നെ ചൊല്ലുമ്പോ അതിൽ നബിദിനോടുണ്ടു, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണയോടുണ്ടു. അതില്ലല്ലേ? അത് ഞങ്ങൾക്ക് കാണാൻ സാധ്യല്ലല്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ ചൊല്ലത് എന്തിര്? കലവ് ചൊന്നമാ ഇസ്ലാം പൂർത്തിയായിട്ടില്ലാണ്ട ಅದರ ಉದ್ದೇಶ.
അപ്പൊ അങ്ങനെ ഇസ്ലാം പൂർത്തിയായിട്ടില്ലാണ്ട് വാദിച്ച പോലല്ലേ അത് കഴിഞ്ഞിട്ട് ജന്മദിനാചരണാക്കരുത് ഭയങ്കര വലിയ ഡേഞ്ചർ ചൊല്ലത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും. രണ്ടാമത്തെ അപകടം എന്ത്? ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണാക്കുമ്പോ രണ്ടാമത്തെ അപകടമായിട്ട് മനസ്സിലാക്കുക എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ റിസാലയിൽ വഞ്ചന കാട്ടിയിട്ട് വാദിച്ച പോലെ. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി എത്തുപാട്ടി നമുക്ക് തന്നില്ല. എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്നതായ എല്ലാ കാര്യം നമുക്ക് റസൂൽ എത്തുപാട്ടി തന്നില്ല ಅಂತ വാദിച്ച പോലെ. എന്തേ കാരണം? നോക്കൂ, ഇമാം മാലിക് റഹ്മഹുല്ലാ ചൊല്ലற പൽക നോക്കൂ. ഇമാം മാലിക് റഹ്മഹുല്ലാ ചൊല്ലറെ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദ്അ, ഒരാള് പുതിയതായിട്ട് ഇസ്ലാം കടത്തിക്കൂട്ടെങ്കിൽ യറാഹ ഹസന, അത് എത്ര നല്ലായിട്ട് കണ്ടെങ്കും. ബിദാത്തുൻ ഹസന ಅಂತല്ലേ ചൊല്ലറെ. നബിദിന ആഘോഷ ബിദാത്തുൻ ഹസന, നല്ല ബിദാത്ത് ഉണ്ടായിട്ടിക്കറല്ലേ ചൊല്ലറെ. ഇമാം മാലിക് റഹ്മഹുല്ലാ ചൊല്ലറെ ഒരാള് ബിദാത്തായിട്ട് കൂട്ടിയത് അത് എത്ര നല്ലായിട്ട് കണ്ടെങ്കും ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖദ് ഖാന റിസാല, അവನು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ റിസാലയിൽ വഞ്ചന കാട്ടിരുന്നിട്ട് വാദിച്ച പോലെ. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുക നബിയുടെ റിസാലയിൽ വഞ്ചന കാട്ടിറ? നബില്ല. ഒരു മുഅ്മിനായ ഒരു മനുഷ്യ, ഒരു ഈമാനുള്ള മനുഷ്യ അങ്ങനെ വാദിക്കുക സാധ്യല്ല. മാത്രമാ ഒരാൾ പുതിയതായിട്ടുള്ള ബിദാത്ത് കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാലയിൽ വഞ്ചന കാട്ടിരുന്നിട്ട് വാദിച്ച പോലെ. അപ്പൊ അത് നബിദിനാചരണാക്കിറങ്ങ ശ്രദ്ധിക്കുണായ ഗൗരവപ്പെട്ട് ഭയാനകമായ ഒരു വിഷയത്തിക്ക് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മൂന്നാമത്തേത്, നബിയുടെ ജന്മദിനാചരണാക്കുമ്പോ മൂന്നാമത്തെ അപകടം എന്താ വേണ്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാല നബി വണിപ്പാട്ടി വെച്ചിരുന്നിട്ട് വാദിച്ച പോലെ. അല്ലെ, അള്ളാഹുടെ വഹി നബി പൂർത്തിയാക്കിയിട്ട് നമുക്ക് പടിപ്പാട്ടി തന്നില്ല, നബി അത് വണിപ്പാട്ടിരുന്നിട്ട് വാദിച്ച പോലെ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു, അതെ ನಾನು ನಿಂಗೆ ಎಂದ್ರಲ್ಲ ಕೊಮಂದ್ರಮ ಎಂದ್ರಲ್ಲ ಸ್ವರ್ಗತ್ತಿಗೆ ಎತ್ತುಬಾಟ್ರೆ ಎಂದ್ರಲ್ಲ ಕಾರ್ಯುಂಡ അതെല്ലാം ഞാൻ നിനക്ക് ചൊന്തന്തു പോയിട. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് സഹാബികളോട് ചൊന്തു, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബാഇദുകും മിനൻ നാർ ഇല്ലാ വഖദ് അമർതുകും ബിഹി. അതെ, നിനക്ക് സ്വർഗത്തിಗೆ എത്തുബാട്രെ എന്തെല്ല കാര്യമുണ്ട, നരകത്തിൽ നിന്ന് ദൂരാക്രി എന്തെല്ല കാര്യമുണ്ട, അത് ഒന്നും ഞാൻ നിനക്ക് ചൊന്തറാണ്ടെ വിട്ടുപോയിട്ടില്ല. വലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൻ നാർ വയുബാഇദുകും മിനൽ ജന്ന. അതെ, നരകത്തിൽ നിന്ന് നിങ്ങൾ നരകത്തിക്ക് നിങ്ങൾ എത്തുപാട്ടുന്നതും സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ദൂരാക്രി എന്തെല്ല കാര്യമുണ്ട, അതെല്ലാം ഇല്ലാ ഖദ് നഹൈതുകും അൻ, അതിനെ നിങ്ങൾ തടയാണ്ടെ ഞാൻ നിങ്ങൾക്ക് വിട്ടുപോയി തന്നില്ല. അപ്പൊ എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടി തന്നൈട്ടിക്ക് പോയിരേണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലറു. അപ്പൊ ആ പടിപ്പാട്ടി തന്നതില് ജന്മദിനാചരണ ഓടുണ്ടു. നബി ജന്മദിനാചരണ പടിപ്പാടിട്ടില്ല. റബീഉൽ അവ്വൽ 12 ನನ್ನ ಜನ್ಮದಿನಾಚರಣೆ ಹಾಕೊಂಡು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂತಿಲ್ಲ. അങ്ങനെ സബൽ നബി ഇത് ചൊന്നത് എന്തിര കലവ? നബി വണിപ്പാട്ടിരമ? നഊദു ബില്ലാഹ്. ഒരു മുഅ്മിനായ ഒരാൾക്ക് അങ്ങനെ ചൊല്ലു സാധ്യല്ല. അപ്പൊ അങ്ങനെ വാദിച്ച പോലെ ആയില്ലേ? അല്ലെ, നബിയുടെ ജന്മദിനാചരണ ആക്കുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്കത്തില ഹദീസില നമുക്ക് കാണു സാധ്യല്ല ഉണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വഹി വണിപ്പാട്ടിരേണ്ടാ, നബി മറച്ചു വെച്ചിരേണ്ടാ? അങ്ങനെ മറച്ചു വെക്കുന്ന ഒരാളാ അല്ലല്ലേ? നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അധ്യായനം ഞങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ കൃത്യമായിട്ട് ഇസ്ലാം ഞങ്ങൾക്ക് എല്ലാം പഠിപ്പാട്ടിയത് അല്ലെ, എല്ലാം ഹദീസിലുണ്ട്. ഈദുൽ ഫിത്തറില് എന്തെല്ലാക്കണു, നിസ്കാര ജൻറക്കാത്ത്, നിസ്കരിച്ചാൽ പിന്നെ ഖുതുബ, അതേപോലെ എങ്ങനെ പള്ളിക്ക് പോണു. ഈദുൽ ഫിത്തർ രണ്ട് എങ്ങനെ പള്ളിക്ക് പോണ്ടു, തിന്നാണ്ട് പോണ്ടതേറ്റിക്ക് സുന്നത്ത്. ഈദുൽ അൽഹ രണ്ട് തിന്നിട്ട് പോണ്ടത്, ഈദുൽ ഫിത്തർ രണ്ട് തിന്നിട്ട് പോണ്ടതേറ്റിക്ക് സുന്നത്ത്. ഈദുൽ അൽഹ രണ്ട് തിന്നാണ്ട് പോണ്ടതേറ്റിക്ക് സുന്നത്ത്. അതിൽ പിന്നെ നിസ്കരിച്ചാൽ പിന്നെ ജാഗെ തെരു ചേഞ്ച് ആക്കരുത് സുന്നത്ത്. ഇങ്ങനെ ഓരോരോ സുന്നത്ത് ഇസ്ലാമിന്റെ ഈദിൽ നമുക്ക് കാണാൻ സാധ്യമാവും. നബിയുടെ ജന്മദിനത്തണ്ട് എന്തിരെ സുന്നത്തായിട്ട് റസൂൽ പഠിപ്പാട്ടിര്. എവിടുണ്ട് ജൻറക്കാത്ത നിസ്കാര, എവിടുണ്ട് ഈദ് മിലാദിര ഖുതുബ, അങ്ങനെ എന്തിരെ സുന്നത്തായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാവും? ഒന്നുമില്ല. അപ്പൊ നബി പഠിപ്പാട്ടാണ്ട് വണിപ്പാട്ടി പോയിരമാ? കിത്മാനുൽ വഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുക. അങ്ങനെ ഒരാൾ വഹി വണിപ്പാട്ടി വെച്ചെങ്കിൽ അവനുക്കുള്ള ശിക്ഷ എന്തരെ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊല്ലുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലായിനൂൻ. ആരെങ്കിലും നാ പഠിപ്പാട്ടി തന്നതായി നന്റെ വഹീർ വണിപ്പാട്ടി വെക്കറവൻ ഉണ്ടായെങ്കിൽ ഉലൈക യൽഅനുഹുമുല്ലാഹ്, അങ്ക അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വയൽഅനുഹുമുൽ ലായിനൂൻ, ലഅനത്തിഡ്റങ്ങ എല്ലാവരും, അതായത് മലക്കുമാർ എല്ലാവരും അവന്റെ മേൽ ലഅനത്തിഡ്റാറുണ്ടായിത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പാട്ടു.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് കിട്ടിയ വഹി നബി വണിപ്പാട്ടിരണ്ടായി അള്ളാഹു ഒരു ലാനത്ത് കിട്ടിയ ആളാ. നഊദു ബില്ലാഹ്, നമുക്ക് അങ്ങനെ ചൊല്ലു സാധ്യല്ല. അങ്ങനെ സബലു ഈ മൂന്നാമത്തെ അപകടം ഞങ്ങൾ മനസ്സിലാക്കി വെക്കുനായി ഒരു കാര്യം എത്തിക്കരുത്. നാലാമത്തേത് ഒരാൾ ജന്മദിനാചരണാക്കരെങ്കിൽ അതിൽ പണ്ടതായി നാലാമത്തെ അപകടം എന്തേ അല്ലെ ഇസ്ലാം ವೈರುಧ್ಯ ಬಲ್ಕವರ ದೀನ್ ಉಂಟಾವಡು. ಕಾರಣ ಇಂಗಿಲ ವಾದ ಪ್ರಕಾರ ഖുർആനിൽ ആയത്തുണ്ടുവല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കുകു ഖുർആനിൽ ആയത്തുണ്ടുവല. എന്തൊരു ആയത്ത് ഓതരെ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുൽ നബിയെ ചൊല്ലറു ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടിട്ടും നിങ്ങ സന്തോഷിക്കറു ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തു. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊന്നിങ് എന്തൊരു കൊറിയ മുഫസ്സിർമാർ നബി ഉണ്ട് ചൊന്നറാറ്. അപ്പൊ നബിയുടെ മുഖാന്തര നിങ്ങ സന്തോഷിക്കറു, ഇത് ഇത്ര ചൊന്നത് സമ. പിന്നെ അങ്ങനെ ബഗൈറ്റ് കൂട്ടർ എന്തൊരു അതിരർത്ഥ ഈദ് മീലാദാചരണാക്കരുത്. ഇതോടൊന്ന് തഫ്സീർ, ഇങ്ങനെ ഒരു തഫ്സീർ ചൊന്ന് ഏത് മുഫസ്സിർ ലോകത്ത് എവിടെ ഉണ്ടാ ഈ ആയത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതിരർത്ഥം എന്തൊരു ഈദ് മീലാദാചരണാക്കരുത്, ഇങ്ങനെ ഒരു തഫ്സീർ നമുക്ക് കാണാൻ സാധ്യല്ല. അപ്പൊ ഇങ്ങനെ ഈദ് മീലാദ് ആചരണക്ക് കൊമണ്ട ആയത്തെ ഇട്ടിക്കരുത് എന്തൊരു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അതേ ബായിൽ ഇങ്ങ ചൊല്ലുறாரு ഇമാമുമാർ എന്തൊരു ചൊല്ലുறாரு? ഇത് ബിദാത്തുൻ ഹസന, നല്ല ബിദാത്ത്. അപ്പൊ ഖുർആനിലൊരു ആയത്തിൻ നിങ്ങൾ ഒരു ബിദാത്താവാം, ഖുർആനിലൊരു ആയത്തിൻ നിങ്ങൾ പിന്നെ ബിദാത്തും ചൊല്ലുறது എന്തൊരു അർത്ഥമില്ലേ? ബിദാത്ത് ചൊന്ന എന്തൊരു ഖുർആനിലൊരു ആയത്തില്ല ഹദീസില്ല, പുതിയതായിട്ട് കൊമന്നത്. അപ്പൊ ഇത് നല്ല ബിദാത്ത്. ഓക്കെ, അപ്പൊ നല്ല ബിദാത്തും ചൊല്ലുമ്പോ പിന്നെ ഖുർആന്റെ ആയത്ത് എന്ത് കൂതരെ? ആയത്തിൻ നിങ്ങൾ പിന്നെ അത് ബിദാത്ത് അവിടെ ബിദാത്ത് ഉണ്ടായി പിന്നെ അത് ആയത്ത് എന്ത് കൂതരെ? ഇങ്ങനെ വൈരുദ്ധ്യ ബൽക്കവരുടെ ദീനാ ദീനുൽ ഇസ്ലാം. അപ്പൊ ഇങ്ങനെ വാദിക്കറ പോലെ എന്താ ഇട്ടത്? ദീനുൽ ഇസ്ലാം വൈരുദ്ധ്യം ഉണ്ടായില്ലേ? ദീനുൽ ഇസ്ലാം വൈരുദ്ധ്യം ചൊല്ലുறதா? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുறது വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്ത ആൽമാരിൽ നിന്ന് ഈ ദീന് ബണ്ടുണ്ടായെങ്കിൽ എത്രമാ ഇഖ്തിലാഫ് നിങ്ങൾക്ക് കാണാത്ത, എത്രമാ വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണാത്ത. ദീനുൽ ഇസ്ലാമിൽ വൈരുദ്ധ്യം കാണാൻ സാധ്യല്ല. എന്തേ? ഇത് അള്ളാഹുവിൽ നിന്ന് വന്ന് ദീനൈത്തിക്കറ്. അപ്പൊ അള്ളാഹു ചൊല്ലാത്തത് ഉണ്ടാക്കിട്ടാകുമ്പോ എന്തായിട്ട് അത് വൈരുദ്ധ്യത്ത്. അള്ളാഹു പഠിപ്പാട്ടാത്തത് ഉണ്ടാക്കുമ്പോ അത് വൈരുദ്ധ്യത്ത്. അപ്പൊ ഇങ്ങനെ അവസ്ഥ അതായിട്ടിക്കറ്. അപ്പൊ ഞങ്ങ ഗൗരവമായിട്ട് പേടിക്കനായ ഒരു കാര്യത്തിക്കറ്. നാലാമത്തെ അപകട ദീനുൽ ഇസ്ലാം വൈരുദ്ധ്യ ചൊല്ലുறது മനസ്സിലാക്കാനായിട്ട് പണ്ട് നഊദു ബില്ലാഹ് ഞങ്ങൾക്കത് സാധ്യല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആചരണാക്കുമ്പോ അഞ്ചാമത്തെ അപകടം എന്തേ? ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർത്ഥയിട്ടില്ലാണ്ട് വാദിച്ച പോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. നബിയുടെ ജന്മദിനാചരണാക്കുക കൊമണ്ട ആയത്തെ ഇട്ടിക്കരുത്. ഈ ആയത്ത് നാസിലായിരാറുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കു ചൊന്തില്ല. നബിയുടെ 63 വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കിട്ടില്ല. ബുഡറു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഫസ്റ്റ് പഠിപ്പാട്ടി കൊടുക്കാറുക സഹാബിരങ്ങ അങ്ങനെ നൂറ്റാണ്ടില് അങ്ങ് ജീവിച്ച കാലത്തോളം നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. അതും ബുഡറു സഹാബിരങ്ങ പിന്നെ പഠിപ്പാട്ടുകാറുക ഈ ആയത്ത് താബിരങ്ങ അങ്ങനെ ജീവനത്തിൽ നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. അതും ബുഡറു തബു താബിരങ് കൈത്തിക്കറി ആയത്ത് പഠിപ്പാട്ടി കൊടുക്കറേ. തബു താബിരങ്ങം ഈ ആയത്ത് അടിസ്ഥാനത്തിൽ നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. ഇമാമുമാറും നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. മുഹദ്ദിസ്മാറും നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. മുഫസ്സിർമാറാക്കിയാറ അങ്ങും ആക്കിയിട്ടില്ല. പിന്നെ അർത്ഥായാർഗ ഈ ആയത്ത് ഈ ഉസ്താദ്മാർ നബി ജന്മദിനാചരണാക്കരെ. ഈ ഇപ്പത്തെ ഞങ്ങളെ കാലഘട്ടത്തെ സമൂഹത്തെ വഞ്ചനാക്കരെ ബിദാത്തുക്ക് കൊമ്പൊണ്ടതായ ഈ മൊയിലാക്കന്മാർ കൈത്തിക്കർ എന്താക്കിരി ഈ ആയത്ത് അർത്ഥയിരെ. അപ്പൊ എന്തൊരു അഹങ്കാരല്ലേ ഇത്? ഇത് കിബിറല്ലെങ്കിൽ പിന്നെ എന്തിരെ? നബി കർത്താവാത്തത്, സഹാബിരം കർത്താവാത്തത്, താബിരം കർത്താവാത്തത്, 3 തലമുറക്ക് അർത്ഥാവാത്തത് നങ്കർത്തൈരേ. അപ്പൊ ബെല്ല കിബറൈറ്റിക്കറിത് അഹങ്കാരൈറ്റിക്കർ കാട്ടറേ. നബിയുടെ ജന്മദിനാചരണാക്കറോട് നിങ്ങളെ മനസ്സിൽ അഹങ്കാരം കൊണ്ട് ചൊല്ലത് ഗൗരവമായി പേടിക്കാനായി ഒരു കാര്യത്തിക്കർ. അപ്പൊ അതേറ്റിക്കർ അഞ്ചാമത്തെ അപകടമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. ആറാമത്തേത് നബിയുടെ ജന്മദിനാചരണാക്കുമ്പോ ആറാമത്തെ അപകടം എന്തേ? സഹാബിരങ്ങളെ കാണാറ പിർസ നങ്കുണ്ടുണ്ട് വാദിച്ച പോലെ. കാരണം എന്തേ? സഹാബിരങ്ങ നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തന്റെ ആറ പിർസ വെച്ചങ്ങ ഇത്തിക്കാറ് സഹാബിരങ്ങൾ ഓരോരു ജീവനത്തെ ഓരോരു ചരിത്രം എടുത്ത് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവൂ അങ്ങ് എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസ വെച്ചങ്ങ തിന്നാറ്. അങ്ങനെ ജീവത്തെ കാണാറ അങ്ങനെ എല്ലാത്ത കാണാറ അങ്ങ് പിർസ വെച്ച ഒരാളെ ഇട്ടിക്കറ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ തൂക്കുമരത്തില്
ഹുബൈബ് റളിയല്ലാഹുവിനുടെ ആ പാസി ഇടുമ്പോ അബൂ സുഫിയാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹുബൈബ്, നിന്റെ ജാഗല് നബിരെ നിർച്ചിട്ട് നീ ഔത്തുല് ദയിക്കുന്ന ഒരു അവസ്ഥ നീ നിർച്ചു നോക്കൂ, എത്ര നല്ല സുഖകരമായ ഒരു ജീവനം നിക്ക് നയിക്ക. അതായത് നബിരെ പിടിച്ചു കൊമന്നുണ്ടായെങ്കിൽ ഞാൻ നിന്റെ വിട്ടിട്ടു നബിരെ കൂടെ കൊല്ലുറ, നീ എന്തിനെ ചൊല്ലറ ചൊന്തുള്ള ക്വസ്റ്റ്യൻ എത്തിക്കറ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ചൊന്ന ബൽക്കെಂದ್ರೆ അങ്ങനത്തെ ഒരു ലൈഫ് നക്ക് നിൽക്കുക സാധ്യല്ല. നബിരെ കാലുക ഒരു മുള്ളു ധരിക്കുന്ന സമയത്ത് നന്റെ ಅದರക്കാണ് ಯಾರ ಇಷ್ಟ നന്റെ കൊല്ലുറുതൈറ്റിക്ക് ചൊന്തു ചൊന്ന സഹാബി ಐತಿക്കರು ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒരു മുള്ളു ധരിക്കുന്ന സമയത്ത് ಅಂಕ್ ಇಷ್ಟಿಲ್ಲ ಅಂತ. ನಬಿರ ಕಾಲಿಗೆ ಮುಳ್ಳು ಧರಿಕಿದ ಸಮೇತ ಅಂಕ್ ಇಷ್ಟಿಲ್ಲ ಅಂತ. അങ്ങനത്തെ സഹാബിറങ്ങ നബിര ജന്മദിനാചരണം ആക്കിയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്ന് പോയ ഒരാളെ ഇട്ടിക്കറ്. നബിയുടെ മരണത്തിൽ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്നിട്ടില്ല. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ കാര്യം നെനಪಾಯ ಉಂಟೆಂತು. നബി അങ്ക് ക്ലാസ് എടുത്തു ഇന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങലൊട്ടിಗೆ കഴിഞ്ഞു കൂടിയോ ഇന്നതും ഓരോരു സന്ദർഭ ഓരോരു ജാഗ കാണുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ മനസ്സ് ടെൻഷൻ ആയുണ്ടെಂತು. അങ്ങനെ ഇസബുൽ നബി ഇല്ലാത്ത ഈ മദീനത്തിൽ നക്ക് നിക്കുക സാധ്യല്ല ചൊന്തു ബിലാൽ റളിയല്ലാഹു അൻഹു ആ മദീനത്തിൽ നിന്ന് വിട്ടുപോയിട്ട് വേറെ എത്തുപോയിട്ട്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ എത്തിക്കറ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് ബണ്ടോ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹട്ട പിടിച്ചിട്ട് ഇണ്ട് നീ ബാങ്ക് കൊടുക്കണു, നബിയുടെ കാലത്തിൽ നിന്റെ ബാങ്ക് ഞങ്ങൾ കേട്ടോ എന്ന, നിന്റെ ബാങ്ക് കേൾക്കാണ്ട് എത്ര സമയത്ത് ഇണ്ട് നീ ബാങ്ക് കൊടുക്കണു ചൊന്തു ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ഹട്ട പിടിച്ചപ്പ ലാസ്റ്റ് ഗത്യന്തരില്ലാണ്ടെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയിട്ട് എഞ്ചു നിക്കറ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉച്ചരിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖയിട്ടിക്ക് പ്രത്യക്ഷപ്പെടുറേ. പിന്നെ ഉച്ചരിക്കുക സാധ്യല്ലാണ്ടെ ബിലാൽ റളിയല്ലാഹു അൻഹു അബോധാവസ്ഥയില് ബോധകെട്ടിട്ട് കീല് പൂടുറതായിട്ടിക്കറ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യവരെ. അപ്പൊ അങ്ങനെ പിർസ വെച്ച സഹാബിമാർ, ആ സഹാബിമാർ നബിയുടെ ജന്മദിനാചരണ ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെക്കാണ് യാറ പിർസ നങ്കുണ്ടു ചൊല്ലത് എന്തൊരു വലിയ ഹീനമായ വാദ ഇട്ടിക്കരുത്, എന്തൊരു വലിയ അവസ്ഥ ഇട്ടിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സഹാബിമാരെ കാണയാറ പിർസ നങ്കുണ്ടു ചൊല്ലുമ്പോ അത് സഹാബിറങ്ങളെ കീഴാക്കുന്നതിക്ക് തുല്യായിട്ടിക്കറ്, സഹാബിറങ്ങളെ അങ്ങനെ ഇസ്സത്ത് എടുക്കുന്നതിക്ക് തുല്യായിട്ടിക്കറ്. ഓർക്കും നബിരെ പോലെ സഹാബിറങ്ങളെ പോലെ നബിരെ പിർസാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യല്ല. അതിന് അവിടെ എത്തുക ഞങ്ങൾ പരിശ്രമിക്കണു ചൊല്ലതായിട്ടിക്കറ്. അപ്പൊ ഇങ്ങ നബിരെ ജന്മദിനാചരണക്കും അതിൽ പണ്ട് എന്തൊരു അവസ്ഥ, സഹാബിറങ്ങൾക്ക് പിർസില്ല ಅಂತ ഞങ്ങൾക്ക് അങ്ങനെ കാണയാറ പിർസുല്ലേ ചൊന്തു വാദിച്ച പോലെ അത് വലിയ ഒരു അപകട ഇത്തിക്കറ് ചൊല്ലത് മനസ്സിലാക്കണം. അതേപോലെ ഏഴാമത്തേത് നബിരെ ജന്മദിനാചരണാക്കുമ്പോ ഏഴാമത്തെ അപകടം എന്തൊരു പണ്ടേ ജന്മദിന ആചരണാക്കുമ്പോ ഞങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുക സാധ്യ അവിടെ ജൂത നസറാക്കന്മാര് അങ്ക് തഷ്ബിഹായ പോലെ അല്ലെ, യഹൂദിമാരും നസാറാക്കന്മാരും അങ്ങനെ അമ്പിയാക്കന്മാരെ ജന്മദിന ആചരണാക്കിറാറ്. അപ്പൊ ഞങ്ങള് നബിരെ ഞങ്ങൾ ജന്മദിന ആചരണാക്കുമ്പോ അങ്ക് സാദൃശായ പോലെ ഇട്ടിക്കറ്. അത് ഗൗരവപ്പെട്ട് ഭയാനകമായ ഒരു വിഷയത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബിറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാ. നിങ്ങളെ മുന്നത്തെ ആൾമാർ നിങ്ങ ചാണായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങ ഫോളോ ആക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് ചൊന്തു മുസ്ലിം സമുദായത്തിക്ക് വാർണിംഗ് കൊടുത്തിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയേ. അതെ, നിങ്ങളെ മുന്നത്തെ ആൾമാർ അങ്ങ പോയ തെരുളു നിങ്ങും പോണ്ടാറ്, എവിടത്തോൾ പോണ്ടാറ് ഹത്താ ഇദാ ദഖല ജുഹ്റ ലബ്ബിൻ ഹത്താ ഇദാ സലക ജുഹ്റ ലബ്ബിൻ ലസലക്തുമൂഹു. ഒരു ഒടുമ്പുരെ മാലത്തുക്ക് ഒരു ഒടുമ്പുരെ പൊത്തുക അങ്ങ് പോണ്ടാറുണ്ടായെങ്കിൽ നിങ്ങും അങ്ങനെ പെറുപോലെ പോണ്ടാറ്. അത്രത്തോളം നിങ്ങൾ അങ്ങനെ ഫോളോ ആക്കാറ്. സഹാബിരം കേട്ടാറ് നബിരൊട്ടിಗೆ നബിയെ നിങ്ങൾ ഉദ്ദേശിക്കാറ് യഹൂദി നസറാക്കന്മാരമാ? അതെ, യഹൂദി നസറാക്കന്മാരെ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. ആ യഹൂദി നസറാക്കന്മാർ പോയെ അതേ തെരുന്ന് നിങ്ങൾ പോണ്ടാറ്, അങ്ങനെ ഫോളോ ആക്കാറ്, അങ്ങനെ പിൻപറ്റാറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യവർ അല്ലേ. അപ്പൊ ഇങ്ങ അതേപോലെ അല്ലാക്കറി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമറെ ആൾമാറ് അങ്ങ ക്രിസ്ത്യാനിമാറ് ക്രിസ്മസ് ആചരണ ആക്കിற പോലെ, ഈദ് മിലാദ് ഈസാ നബി ഈദ് മിലാദ് ആക്കിற പോലെ, അതേപോലെ ബാക്കി ജൂതന്മാര് അങ്ങനെ അമ്പിയാക്കന്മാര് ഈദ് മിലാദ് ആക്കിற പോലെ ഞങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾമാര് ഞങ്ങൊന്നും കുറവില്ല. ഞങ്ങൾ അതിരക്കാണ് അപ്പുറമേ ചൊന്തു ഭയങ്കര അതിരക്കാണ് ശക്തമായിട്ട് നബിയുടെ ജന്മദിനാചരണ ആക്കരുത് ഞങ്ങൾക്ക് കാണ്ട് അങ്ക് സാദൃശ അവിടെ തെറ്റിക്കറ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആർക്ക് സാദൃശ്യ ഉടാറ അങ്ങനെ കൂട്ടത്തിൽ പെട്ടങ്ങായിട്ടിക്കാറ്. അപ്പൊ നങ്ങ അങ്ക് സാദൃശ്യായിട്ടെങ്കിൽ ജൂത ക്രിസ്ത്യാനിമാരുടെ പോലെ നങ്ങുമാവുറ ചൊല്ലത് ഗൗരവമായ ഭയാനകമായ ഒരു കാര്യത്തിക്കറ് ചൊല്ലത് നാം മനസ്സിലാക്കും. സലഫിമാർക്ക് അർസവർപ്പാട്ടുകയിട്ടിക്കറ് എല്ലാ വർഷ ಯಾರಾಕ್ಯವಲ್ಲೇ ಸಲಫಿಮಾರ್ಗ ಅರ್ಸವರ್ಪಟ್ರದ ಅದಕ್ಕೆ ನಂಗೆ ಚೊಲ್ಲವುಲ್ಲೆಂದ್ರೆ ನಂಗೆ ಅರ್ಸಂದು ಮಂಡಿಲ್ಲ ನಿಂಗಲ ಕಾಣುം ബേജാറായിട്ടിക്കറാവരെ അല്ലേ? നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടു പരലോകത്ത് നരകത്ത് പോണ്ട ഒരു അവസ്ഥ നിങ്ങൾ മേൽ നിങ്ങൾക്ക് ബണ്ട് ആ ഒരു ബേജാറായിട്ടിക്കറ് ഞങ്ങൾക്ക് അതിൽ സംഭവിക്കറേ. രണ്ടാമത്തത് നിങ്ങളെ ദീനൈത്തിക്കറ് നഷ്ടപ്പെട്ടു പോണ്ടേ ചൊല്ലേ ആ ഒരു ആതങ്കൈത്തിക്കറ് ഞങ്ങൾക്കില്ലേ. പണ്ടൊരു മാമി 3 വർഷങ്ങും സാറില്ല മർമോലിലെ കണ്ണിൽ തന്നി പറഞ്ഞുകൊണ്ട് വാദിച്ച പോലെ ഇട്ടിക്കറ നിങ്ങളെ അവസ്ഥ അല്ലേ? 3 വർഷങ്ങും സാറില്ല മർമോലിലെ കണ്ണിൽ തന്നി നോക്കണം അതേപോലത്തെ വിഷയം ഇത്തിക്കുന്നത്. ഇങ്ങനെ ഈമാണ് നഷ്ടപ്പെട്ടെങ്കിൽ സാറില്ല സലഫിറം കർസവർപ്പാട്ടും അങ്ങനെ ഇട്ടിക്കറി എല്ലാ വർഷവും യാറ ഇങ്ങനെ ഈദ് മീലാദ് നടന്നോല്ലേ. ആ കുറി നങ്കൊന്നും പോയിട്ടില്ല, നങ്കൊന്നും നഷ്ടപ്പെട്ടു പോണ്ടില്ല. നിങ്ങളെ അവസ്ഥ നിർച്ചിട്ട് എത്തിക്കറി ഇതെല്ലാം ചൊന്നവില്ലേ. എന്തൊരു ഗതികേടെ എത്തിക്കറ് പരലോകത്ത് നിങ്ങൾക്ക് ബറുകുല്ലത് ചൊല്ലത് പേടിച്ചിട്ട് അതിരെ മനസ്സിലാക്കിയിട്ട് എത്തിക്കറ് നിങ്ങൾക്ക് ഇത് ചൊന്നവില്ലേ ചൊല്ലുന്ന അത്തരമേ ഇതൊരു വിഷയത്തിൽ ചൊല്ലുകില്ലേ. രണ്ടാമത്തേത് ഇങ്ങനെ നോക്കൊരു ചാലഞ്ച് ആക്കറ് ഞങ്ങൾ ഇട്ടിക്ക എന്തരേ ഈദ് മിലാദ് ആചരണാക്കുക ഇസ്ലാമിൽ ഇല്ലാണ്ട് എവിടെ ഉണ്ടാ? ഈദ് മിലാദ് ആചരണാക്കു തീരാണ്ട് ഖുർആനിലുണ്ടാ? ഈദ് മിലാദ് ആചരണാക്കു തീരാണ്ട് ഹദീസിലുണ്ടാ? വലിയ ഒരു ചാലഞ്ച് ആക്കിറാറ് അല്ലേ? ഇത് ഈ പോസ്റ്റർ ഇടാറ് അങ്ങനെ നിങ്ങൾ ആയത്ത് കാട്ടെങ്കിൽ ഈദ് മിലാദ് ആചരണാക്കു തീരാണ്ട് ಆಯತ್ತು ಕಾಟೆಂಗಿ ದಾ ನಂಡ ಅವ ಎಲ್ದಿದಂಡ ನಂಡ ಪರಂಬಿ ಎಲ್ದಿದಂಡ ನಂಡ ಜಾಗ ಎಲ್ದಿದಂಡ ഇങ്ങനെയുള്ള വലിയ പോസ്റ്റർ എല്ലാം ഇട്ടിട്ട് അങ്ങനെ സ്പീച്ചിൽ ചാലഞ്ച് ആക്കരുത് കാണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ദീനയെ പഠിച്ചിട്ടില്ലാണ്ട് എത്തിക്കറി ഈ ചാലഞ്ചിൽ മനസ്സിലാവും. ദീന്റെ അസ്ല എന്തിനെ പഠിച്ചിട്ടില്ല. ദീന്റെ അസ്ല പഠിച്ച ഓർത്തോ ഇങ്ങനെ ചാലഞ്ച് ആക്കാൻ സാധ്യല്ല. കാരണം എന്ത് ഇബാദത്ത് ദീന്റെ അസ്ല എന്ത് ഇബാദത്ത് മൻആയി തിക്കറ്. അൽ അസ്ലു ഫിൽ ഇബാദത്തി മൻഅ. ഇബാദത്ത് അസ്ലെന്തര് ആക്കുക തീരാണ്ട് എത്തിക്കറ്. പിന്നെ എന്തിനെ പഠിപ്പാട്ടിര് അത് മാത്രമേ ആക്കുകയുള്ളൂ ഇസ്ലാമിൽ. മുആമലത്ത് അങ്ങനല്ല. മുആമലത്ത് നേരെ ഉൾട്ട എല്ലാം ഹലാലായിട്ടിക്കറ്. എന്തിനെ ഹറാം ഉണ്ട് ചൊന്നറ അത് മാത്രമേ ഹറാം. ഫോർ എക്സാമ്പിൾ ചൊല്ലുമ്പോ ക്ലിയർ ആവും. അതായത് എന്തിനെ മുആമലത്ത് ചൊന്നെങ്കിൽ മനുഷ്യന്മാരൊട്ടിಗೆ ഇടപാടാക്കുന്ന വിഷയ, തിന്നുற വിഷയ, അതേപോലെ നിക്കാഹുற വിഷയ. ഇത് എന്തിനെ അസ്ലെന്തരെ എല്ലാം ജായിസ്. എന്തിനെ ഹറാമുണ്ട് ചൊന്നറ അത് മാത്രമേ ഹറാം. ആറല്ല നിക്കാഹു തീരാ അത് അല്ലാഹു ഖുർആനിൽ എണ്ണി ചൊന്നറു അത് മാത്രമേ ഹറാം, അതല്ലാത്തതല്ല ഹലാൽ. അതേപോലെ എന്തിനല്ല തിന്നുകു തീരാ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നറു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ചൊന്നറു അത് മാത്രമേ ഹറാമു, ബാക്കിയുള്ളതല്ല ഹലാൽ. അങ്ങനെ ഇബാദത്തങ്ങളല്ല, ഇബാദത്ത് എല്ലാം ഹറാമായിട്ടിക്കറ്. ഒരു ഇബാദത്തും ആക്കു തീരാ എന്തിനെ റസൂൽ പഠിപ്പാട്ടിരാ എന്തിനെ അല്ലാഹു പഠിപ്പാട്ടിരാ അത് മാത്രമേ ആക്കുകയുള്ളേ. ഉദാഹരണക്ക് സുബൈത്തെ 2 റക്കാത്ത് പിടിക്കുക. സുബൈത്തെ എത്ര റക്കാത്ത് റസൂൽ പഠിപ്പാട്ടിരേ? സുബൈ നിസ്കാര ഫജർ നിസ്കാര 2 റക്കാത്തായിട്ടിക്കറ് പഠിപ്പാട്ടിരേ. ഒരാള് വന്തി ഉസ്താദ്മാരോട്ട് കേക്കറ നാ നാളേക്ക് സുബൈക്ക് 3 റക്കാത്ത് നിസ്കരിക്കറ നക്ക് താക്കത്തുണ്ടു. അപ്പൊ ഈ ഉസ്താദ് എന്തൊരു ചൊല്ല അല്ല 2 റക്കാത്തായിട്ടിക്കറ് പഠിപ്പാട്ടിരേ. അല്ല തീരാണ്ട് എവിടെ ഉണ്ടാ? 3 റക്കാത്ത് നിസ്കരിക്കോ തീരാണ്ട് എവിടെ ഹദീസ് ഉണ്ടാ? എവിടെ ആയത്തുണ്ട കേട്ട് എന്തൊരു ചൊല്ലി അതേറ്റിക്കറ് ഇതിലും നമുക്ക് ചൊല്ലുകില്ലേ അല്ലേ? ഖുർആൻ നമുക്ക് ഹദീസ് നമുക്ക് എന്തൊരു പഠിപ്പാട്ടിരേ? 5 വക്ത് നിസ്കരിക്കുക ടിക്കർ പഠിപ്പാട്ടിരേ. അപ്പൊ ഒർത്ത വന്തി ഉസ്താദ് ഞാൻ 6 റക്കാത്ത് നിസ്കരി 6 വക്ത് നിസ്കരിക്കറേ 6 വക്ത് നിസ്കരിക്കുക. അല്ല 5 വക്തല്ലേ പഠിപ്പാട്ടിരേ? അല്ല 6 വക്ത് നിസ്കരിക്കോ തീരാണ്ട് എവിടെ ഹദീസ് ഉണ്ട കേട്ട് എന്തൊരു ചൊല്ല അല്ലേ? അങ്ങനല്ലേ? റമളാൻ തിങ്കളില് ഞാൻ 2 തിങ്കൾ ഒട്ടിಗೆ നോമ്പ് പിടിക്കറേ. അല്ല ഒരു തിങ്കൾ പഠിപ്പാട്ടിരേ? ഒരു തിങ്കൾ എത്തിക്ക് റമളാനുള്ളേ. അല്ല 2 തിങ്കൾ റമളാൻ നോമ്പ് പിടിക്കോ തീരാണ്ട് എവിടെ ഹദീസ് ഉണ്ട കേട്ട് എന്തൊരു ചൊല്ലേ അല്ലേ? ഒരാൾ ഉംറത്ത് പോണ്ടേ അല്ല ഹജ്ജാക്കുക പോണ്ടേ തവാഫാക്കുക 10 തവാഫാക്കറ അല്ല 7 തവാഫാക്കുകല്ലേ. അല്ല 10 തവാഫാക്കുക തീരാണ്ട് എവിടെ ഹദീസ് ഉണ്ട കേട്ട് എന്തൊരു ചൊല്ലി. അപ്പൊ അതേറ്റിക്കറ് വിഷയ എന്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് പഠിപ്പാട്ടിരാ അത് മാത്രമേ നമുക്ക് ആക്കുകയുള്ളൂ. അതിനാണ്ടി അപ്പറ ഹറാമായിട്ടിക്കറ്. അപ്പൊ അസ്ലെന്തരെ ഇബാദത്ത് അസ്ലെന്തരെ ഹറാം, എല്ലാം ഹറാം. എന്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരാ എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിരാ അത് മാത്രമേ ആക്കുകയുള്ളൂ. ഈ അസ്ല് പഠിക്കാണ്ടാവുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ചാലഞ്ച് ആക്കറേ. അങ്ങനെയോടും തീരാണ്ടുണ്ടാ? അങ്ങനെയോട് ജന്മദിനാചരണക്കോ തീരാണ്ട് ഉണ്ടാ? ഇങ്ങനെ കേൾക്കുന്നതിന് അസ്ല് പിടിയില്ല. അപ്പൊ അതേ ടിക്കറ് ഗൗരവമായി വിഷയമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളേ. അപ്പൊ
ഇങ്ങനത്തെ ജന്മദിനാചരണ ചൊല്ലത് ഇസ്ലാമിൽ എവിടും നമുക്ക് കാണാൻ സാധ്യല്ല. ഇമാമുമാരുടെ പൽക്കത്തിലെ ഇമാമുമാർ ചൊന്തരെ ലാ അഅലമു നക്കത് പിടില്ല, അങ്ങനത്തെ ലാ അഅലമു അസ്ലുൻ ಅದಕ್ಕೊರ ಅಸ್ಲು ಉಂಡು ಚೊಲ್ಲದು ನಂಗೆ ಪಿಡಿಲ್ಲ ಅಂತ ಐತಿಕ್ರಿ ಇಮಾಮ್ ಫಾಕಿಹಾನಿ ಚೊಲ್ರಿ. ಇಮಾಮ್ ಸುಯೂತಿ ಚೊಲ್ಲಂದ್ರೆ ಬಿದಾತುನ್ ಹಸನ പോയിട്ട് ചൊല്ല ലാസ്റ്റ് ಅಂದ್ರೆ സുന്നത്തുണ്ടല്ല ബിദാത്തുൻ ഹസന നല്ല ബിദാത്ത് ഉണ്ട് ಐತಿಕ್ರಿ. അപ്പൊ എന്തായെങ്കിലും ബിദാത്ത് ചൊല്ലതുക്ക് ഒരു ഡൗട്ടും ഇല്ല ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചന ആക്കൂ. നബിരെ മേല് പിർസാക്കു തീരാണ്ടല്ല ചൊല്റി, നബിരെ മേല് പിർസാക്കണം. ജീമത്തെ കാണ യാറെ പിർസാക്കണം, ഞങ്ങളെ എല്ലാത്ത കാണ ഞങ്ങൾ യാറെ പിർസാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊന്നെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അതെ, അബ്ബുമ്മരെ കാണ യാറ, മക്കളെ കാണ യാറ, അല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ കാണ യാറ, നന്റെ നിങ്ങ പിർസാക്കിനോട് തോന്നു നിങ്ങ മുഅ്മിനാവില്ല എന്ന് ചൊന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. അങ്ങനെ യഥാർത്ഥ ഒരു മുഅ്മിനാവുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസാക്കണം. എങ്ങനെ പിർസാക്കണം? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അതെ, നിങ്ങൾ അല്ലാഹുവെ പിർസാക്കറങ്ങാണ്ടായെങ്കിൽ നണ്ട് നിങ്ങൾ അനുസരിക്കൂ. അങ്ങനെ നണ്ട് നിങ്ങൾ അനുസരിക്കുന്നതിൽ മാത്രമേ അല്ലാഹുവെ പിർസ നിങ്ങളൊട്ടി കിട്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിട്ട് എത്തിക്കൊള്ളു ഞങ്ങ നബിരെ പിർസാക്കണായി. നബി താടി നീട്ടുക ചൊന്ത ನಾ ತಾಡಿ ನೀಟ್ರೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನೆರಿಯಾಂಡೆ ಮೇಲೆ ಡ್ರೆಸ್ ಇಡೋ ಚೊಂತ ನಾ ಡ್ರೆಸ್ ಇಡ್ರೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕರೆಕ್ಟ್ 5 ವಕ್ತ ನಿಸ್ಕರಿಕೆಗು ಚೊಂತ ನಾ ನಿಸ್ಕರಿಕಿರೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬಲ್ತೆ ಕೈಲಿ ತಿನ್ನೋಗು ಚೊಂತ ನಾ ಬಲ್ತೆ ಕೈಲಿ ತಿನ್ನಡೆ. ತಿನ್ನೊಂಬತ್ತು ಬಿಸ್ಮಿಲ್ಲಾ ಚೊಲ್ಲೋಗು ಚೊಂತ ನಾ ಬಿಸ್ಮಿಲ್ಲಾ ಚೊಲ್ರೆ. ಟಾಯ್ಲೆಟ್ ಹೋಗ್ಬತ್ತು ಎಡತೆ ಕಾಲು ಬೇಕುಗು ಚೊಂತ ನಾ ಎಡತೆ ಕಾಲು ಬೇಕಿರೆ. ಟಾಯ್ಲೆಟ್ ಬರ್ತು ಬರೋಂಬ ಬಲ್ತೆ ಕಾಲು ಬೇಕು ಚೊಂತ അങ്ങനെ ನಾ ಬಲ್ತೆ ಕಾಲು ಬೇಕಿರೆ. ഇങ്ങനെ ചാണായിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമറെ ഫോളോ ആക്കറോടെ എത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറൊട്ടിക്കുള്ള പിർസവുല്ലേ അല്ലാണ്ട് നബി പഠിപ്പാട്ടാത്തത് ആക്കിട്ട് നബിയുടെ മേൽ പിർസ ചൊല്ലതുക്ക് ഒരു കാര്യമില്ല. അതിൽ പിർസല്ല ഉള്ളേ, അത് ശിക്ഷ ഇട്ടിക്കറ് പരലോകത്ത് നിങ്ങൾക്ക് കിട്ടേ ചൊല്ലേ. ഗൗരവപ്പെട്ട ഭയാനകമായ ആ ഒരു അപകടത്തെ മനസ്സിലാക്കിയിട്ട് ജന്മദിനത്തിൽ നിന്ന് വിട്ടുനിൽക്കൂ, അത് ആചരണാക്കൃതിൽ നിന്ന് വിട്ടുനിൽക്കൂ, ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പറെ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. എല്ലാ ബിദ്അത്തിൽ നിന്നും എല്ലാ ഖുറാഫാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ബച്ചവാക്കി തീർക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തില് ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.